ഗായ്സ്, അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ അങ്ങനെ ഒരു യാത്ര പോവാണ്. യാത്ര എന്ന് പറയുമ്പോൾ ഇന്ന് ഞാനിങ്ങനെ എൻ്റെ നൂറെ ഫാത്തിമ എന്നുള്ള വർക്കൊക്കെ എഴുതിയ എൻ്റെ ഉസ്താദുണ്ട് അഷ്റഫ് പാലപ്പട്ടി, മൂപ്പരെ അടുത്തേക്ക് പോവാണ്. എൻ്റെ ഒരു നെക്സ്റ്റ് സോങ്ങിൻ്റെ ഒരു വരി എഴുതാൻ വേണ്ടി പോവാണ്. ഞാനിങ്ങനെ ഒരു ലൈവ് പരിപാടിയൊക്കെ ഇങ്ങനെ തുടങ്ങാനുള്ള പ്ലാനാണ്. ഇൻഷാ അല്ലാ എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ടാവും ലൈവ് പരിപാടിക്ക്. അപ്പോൾ അതൊക്കെ ഞങ്ങളെന്തായാലും ഇതിലൂടെ നിങ്ങളെ അറിയിക്കാം. പിന്നെ എല്ലാവരും ചോദിക്കും, എന്താണ് ബ്രോ വെള്ളിയാഴ്ച പാട്ട് അങ്ങനെ വെള്ളിയാഴ്ച ഇടാൻ കാരണം എന്താണ്, അതിനുള്ളൊരു ഇത് എന്നൊക്കെ എന്നോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എവിടുന്നാണ്, ഏത് സ്റ്റുഡിയോ നിന്ന് നിങ്ങൾ റെക്കോർഡ് ചെയ്യൽ, നിങ്ങൾ ആരടുത്ത് റെക്കോർഡ് ചെയ്യൽ, എങ്ങനെയാണ്, എവിടേക്കാണ് പോകുന്നത് ഒക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, വെള്ളിയാഴ്ച പാട്ട് അൽഹംദുലില്ലാ. വെള്ളിയാഴ്ച പാട്ടിനെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, വെള്ളിയാഴ്ച പാട്ട് സത്യം പറഞ്ഞാൽ സംഭവിച്ചു പോയതാണ്. അതായത് സംഭവിച്ചു പോകാന്ന് പറയുമ്പോൾ, ഞാനൊരിക്കൽ വെള്ളിയാഴ്ച ഒരു ദിവസം ജുമുഅൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു പാട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനൊരു സാധനം വന്നപ്പോഴാണ്, വെള്ളിയാഴ്ച സാധാരണ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും എന്താ പറയുക, നിസ്കാരം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കണം, എല്ലാവരും ഒരു റെസ്റ്റ് ടൈം ആവുമല്ലോ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആകുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഒന്നിങ്ങനെ ഇരുന്ന് സെറ്റാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു പാട്ടിട്ട കുറേ ആളുകൾ കാണും എന്നുള്ളൊരു സാധനം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് സത്യം പറഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഒരു പാട്ട് അപ്ലോഡ് ചെയ്തു. ആ പാട്ടാണ് എന്നെ മാറ്റിമറിച്ചൊരു പാട്ടാണ്. പെരുമാനി മൂവിയിലെ സലാം എന്നുള്ള ഒരു സോങ്ങാണ് ഞാനന്ന് പോസ്റ്റ് ഇട്ടത്. അങ്ങനെ ആ പാട്ട് പോസ്റ്റ് ഇട്ട് അത് അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ നല്ലോണം കത്തി കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത പാട്ട് ഇടുന്നത്. സത്യം പറഞ്ഞാൽ സംഭവിച്ചു പോയി. അടുത്ത പാട്ടും വെള്ളിയാഴ്ച തന്നെ എന്ത് ചെയ്ത്, അത് ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണ്. പിറ്റത്തെ ആഴ്ച അല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച എന്താ പറയുക, വെള്ളിയാഴ്ച തന്നെ എന്ത് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്ത് സംഭവിച്ചു പോയതാണ്. ഞാൻ ആ ദിവസം സത്യം പറഞ്ഞാൽ ഓർത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വെള്ളിയാഴ്ച അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ എനിക്ക് തോന്നി നെക്സ്റ്റ് ഒരു വെള്ളിയാഴ്ചയും കൂടി എന്ത് ചെയ്യാം, ഒരു പാട്ടിടാം, അങ്ങനെ തോന്നി. അങ്ങനെ നെക്സ്റ്റ് ഒരു വെള്ളിയാഴ്ച ഒരു പാട്ടിട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരാൾ വന്ന് കമൻറ്റിൽ പറഞ്ഞത്, എന്താണ് വെള്ളിയാഴ്ച മാത്രം തിളങ്ങുന്ന ഒരു വെള്ളിക്കാരൻ, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ച്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി, എന്തുകൊണ്ട് എല്ലാ ആഴ്ചയിലും നമുക്ക് എന്ത് ചെയ്തുകൂടാ, ഓരോ റീല് വെച്ച് ഇറക്കിക്കൂടാന്നുള്ളത്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ വെള്ളിയാഴ്ച എന്നുള്ള ആ ഒരു അവിടെ നിന്ന് ഇങ്ങോട്ട് തുടക്കമാണത്. അതാണ് എൻ്റെ ഫസ്റ്റ്. പിന്നെ അതല്ലാതെ ഞാൻ ഒറിജിനലായിട്ട് ട്രാക്കുകൾ ഇറക്കിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ട്രാക്കാണ് മദ്രസ. നിങ്ങളെല്ലാവരും, ഞാൻ കമ്പോസ് ചെയ്ത് ഞാനും ഹസ്ബുല്ലാ കൊല്ലം എഴുതിയൊരു വർക്കാണ് മദ്രസ. അതിന് ശേഷം വന്ന വർക്കാണ് നൂറെ ഫാത്തിമ. അതും ഞാൻ കമ്പോസ് ചെയ്ത് വരി എഴുതിയത് ശരിക്കും അഷ്റഫ് പാലപ്പട്ടിയാണ്. കുറേ ആൾക്കാർ തെറ്റിയിരിക്കുന്നുണ്ട് അത് ഹസ്ബുല്ലേന് വരി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം, ഇന്ന് ഞാനിപ്പോൾ പാലപ്പെട്ടി ഉസ്താദിൻ്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അത് ആളെ ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് വഴിയെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനും മൂപ്പരും കൂടി, ഞാൻ ഇപ്പോൾ പറഞ്ഞ ആളില്ലേ, ഞാൻ ആളും കൂടി ഞങ്ങളിങ്ങനെ ഒരു ലൈവ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് തുടക്കമാണിത്. അപ്പോൾ പാലപ്പെട്ടി ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ നൂറെ ഫാത്തിമ ഒക്കെ പോലത്തെ ഒരു പാട്ടും കൂടി എഴുതണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാനൊരു സാധനം കമ്പോസ് ചെയ്ത് ഞാനും ഈ പറഞ്ഞ ആളും കൂടി പോവാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബ്രോ എവിടുന്ന റെക്കോർഡ് ചെയ്യൽ, ബ്രോൻ്റെ റെക്കോർഡിങ് ഭയങ്കര ക്വാളിറ്റി ആണല്ലോ, ബ്രോ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്, അങ്ങനെ കുറേ മെസ്സേജസ് വരലുണ്ട്. ഞാൻ പരമാവധി മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന മെസ്സേജൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെയും റിപ്ലൈ കൊടുക്കാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു സാധനം ഇടുമ്പോൾ എല്ലാവരും അറിയല്ലോ, എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ എന്നുള്ള ഇങ്ങനെ വ്ളോഗ് ഇറക്കുമ്പോൾ. ഞാൻ സത്യം പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യൽ, എൻ്റെ അധിക പാട്ട് റെക്കോർഡ് ചെയ്യൽ ഞാൻ ലാറൈന എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ട് മഞ്ചേരി, എൻ്റെ കമ്പനിക്കാരനാണ് അഷ്കു പിഷ്കു. പിന്നെ റെക്കോർഡ് ചെയ്യൽ ഞാൻ ലാമിയോക്സ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട് പാണ്ടിക്കാട്, ഷാൻവറിൻ്റെ സ്റ്റുഡിയോ. അങ്ങനെ ഇവിടുന്നാണ് ഞാൻ സാധാരണ റെക്കോർഡ് ചെയ്യാറുള്ളത്.
മക്കളെ ഞാൻ പറഞ്ഞ ആള്. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. എന്തെങ്കിലും പറയാനുള്ളത്? ഞാൻ ഒരു പുതിയ വ്ളോഗ് തുടങ്ങി, എന്തെങ്കിലും അഭിപ്രായം? എന്താ പറയാ, നമ്മള് കുറച്ച് വൈകി പോയി തുടങ്ങാന്. സത്യം. പക്ഷെ എന്നാലും വൈകിട്ടില്ല. അതെ, നമ്മള് അങ്ങോട്ട് തുടങ്ങണം. നമ്മള് ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ? നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മളെ പുതിയ പാട്ടിന്റെ ലിറിക് എഴുതാൻ വേണ്ടിട്ട് നമ്മൾ പോകണം. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞേക്കണ്. എന്നാലും പ്രേക്ഷകർക്ക് ഞാൻ ആദ്യമായിട്ടാണ് നമ്മളെ ലിറിക്കിസ്റ്റിനെ കാണാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി എന്റെ ഉസ്താദല്ല, എന്റെ ഗുരുവാണ്, എന്റെ ഉസ്താദ് അജ്മലിന്റെ ഗുരുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആളെ ഒരുപാട് പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആളുടെ ഒരു ബിഗ് ഫാനാണ് ഞാന്. പിന്നെ വരികൾ എന്ന് പറഞ്ഞാൽ അത്രയും കിടലൻ വരികൾ എഴുതുന്ന ഒരാള്. എന്താ വേറെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ നൂറെ ഫാത്തിമാന്റെ ഒക്കെ വരി എഴുതിയ മുപ്പരാളാ. നൂറെ ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഇപ്പം ട്രെൻഡിങ്ങിലുള്ള അജ്മലിന്റെ കമ്പോസിഷനിലുള്ള പാട്ട് മാഷാഅല്ലാ കിടിലൻ പാട്ടാണ്. അപ്പൊ ആ ഒരു പാട്ട് എഴുതിയിട്ടുള്ള ആളെ കൊണ്ട് തന്നെയാണ് നമ്മളെ ആയിഷ ബീവിയെ കുറിച്ചുള്ള പാട്ടും കൂടി നമ്മൾ എഴുതിക്കാൻ വേണ്ടി പോണത്. എന്തായാലും അതിന് വലിയൊരു എക്സൈറ്റ്മെന്റിലാണ് ഞാനുള്ളത്. എന്തായാലും അജ്മലിന്റെ വ്ളോഗിലൂടെ ഈ ഒരു സംഗതി നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റിയൊരു ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ മറ്റേ പരിപാടി പറഞ്ഞിട്ടുണ്ട്, ലൈവിന്റെ അല്ലേ? അങ്ങനെ ജസ്റ്റ് ഒരു ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഒരു വരവ് വരുന്നുണ്ട്. അതെ, സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഇൻഷാല്ലാ. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനും കൂടിയാണ്. അതൊക്കെ നമ്മള് ബ്ലോഗിലൂടെ വരും, ബ്ലോഗിലൂടെ ഒക്കെ നമുക്ക് കാണാം. ഞാനും ബ്ലോഗ് ഇടുന്നുണ്ട്, ഞാൻ വെച്ചിട്ടേ ഉള്ളൂ. എന്തായാലും നമ്മളെ ചാനലിലൂടെ അജ്മലിന്റെ ചാനലൊക്കെ ആയിട്ട് കൊളാബും അതും ഇതും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് പോയല്ലേ. അപ്പൊ ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശബ്ദം നോക്കണ്ട, സാബ് ഷമീറാണ് ഡ്രൈവ് ചെയ്യുന്നത്. പ്രശസ്ത കമ്പോസർ കം ഡ്രൈവറാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. NS-ലൂടെയാണ് പോകണത്. അപ്പം നമ്മളവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്ക് ലിറിക് എഴുതാൻ വേണ്ടി നമ്മളെ ലക്ഷ്യസ്ഥാനം പാലപ്പെട്ടി ഉസ്താദിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അജ്മൽ അതിവിദഗ്ധമായി ഓവർടേക്ക് ചെയ്യുന്നു. അതെന്തായാലും സെറ്റല്ലേ? അവിടെ എത്തിയിട്ട് നമ്മള് പ്രേക്ഷകരെ അറിയും. യെസ്, അപ്പൊ പ്രേക്ഷകരെ എന്തായാലും ഇത് അവിടെ ഉണ്ടാവും. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങള് പാലപ്പെട്ടി എത്തിയാണ്. അപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കയറാൻ നിൽക്കുന്നു. അപ്പോ ബാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. നമ്മുടെ വേറെ വ്ളോഗ് എടുക്കാണ് നിങ്ങള് ഫുഡ്. അതെ, പോവാ. ഫുഡ് കഴിക്കാൻ കയറിയതാണ് പാലപ്പെട്ടി ഒരു ഹോട്ടലിൽ. അൽഫാം ഹെൽത്തി അല്ലേ? കുറച്ച് മന്തി റൈസ്. സാറല്ലേ? അപ്പൊ ഗൈസ്, നമ്മൾ ലിറിക്സ് എഴുതാൻ വേണ്ടിട്ട് ഉസ്താദിന്റെ അടുത്ത് വന്നിട്ടുള്ളതാണ്. ഞങ്ങളിപ്പോ കൊറേ നേരം അവിടുന്ന് സംസാരിച്ച് ഇതിപ്പോ വരി എഴുതാൻ വേണ്ടിട്ട് ഇങ്ങനെ പോവാണ് ഞങ്ങള്. ഒരു ചായ വേണം പറഞ്ഞു. അപ്പൊ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. ബീച്ച് സൈഡിലാണ് നമ്മളുള്ളത്. വണ്ടി അവിടെ എടുത്താ അവിടെ ഇതാണ്, അവിടെ ഇറങ്ങാൻ പറ്റൂല. ഇവിടെ സൈഡായി, ഇവിടെ ഈ റൈറ്റ് സൈഡില് ഇവിടെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ? ഇറങ്ങിയിട്ടൊരു ചായ. യെസ്, ഇവിടെ വണ്ടി ഇവിടെ അടുപ്പിച്ചാണ്. അല്ല, വണ്ടികൾ വരുന്ന ചെയ്യുന്നുണ്ടോ? ഇല്ലേ, അവിടെ സ്പേസ് ഉണ്ടല്ലോ. വരൂ, നമുക്കൊരു ചായ കുടിക്കാം. അപ്പം ഞാൻ ക്യാമറ മെയിൻ ആൾക്ക് കൈമാറുകയാണ്. മെയിൻ ആളെ ക്യാമറ പിടിച്ചോ. ഞങ്ങൾ ചായ അടിക്കാൻ വേണ്ടി പോവാണ് ഗായ്സ്. ഞങ്ങൾ ചായപ്പിടുക. എങ്ങനെ അത്രേ ഉള്ളൂ. കിടിലൻ ചായ, നല്ല പാൻ വരും. ഞാൻ ചായ കുടിക്കലില്ല, അപ്പോൾ പിന്നെ ഒരു സമൂസ ഒന്ന് എന്താ പറയുക, ഒന്നും പറയാല്ല കേട്ടോ. നല്ല ആംബിയൻസ്, നല്ല വൈബാണ്. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടാകാനുള്ള അറിയില്ല, പക്ഷെ സീൻ ഗായ്സ് നോക്കൂ. ഇതാ ഞങ്ങള് സ്ഥലത്ത് അവിടെ ഇരുന്ന് വരി ചെയ്താണ്. എന്താ വൈബ്, മാഷാ അല്ലാ. എന്താ വ്യൂ നോക്കി. ഇവിടെ നിന്നാണ് നമ്മളെ സ്ഥലത്ത് വരി ചെയ്തത്. സാധേ അതൊരാള് ഫോൺ വിളിച്ചിരിക്കണ്. അപ്പോൾ ഗൈസ്, നമ്മളെ എഴുത്തും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ കോട്ടക്കലെത്തി. നമ്മൾ എന്താ പറയുക, നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ സാംസമീറിൻ്റെ
ബൈക്ക് ഇവിടെ സർവീസിന് എടുത്തിരുന്നു. അപ്പം ഇങ്ങോട്ട് തന്നെ പോകുന്നു ഞങ്ങൾ. അപ്പോൾ അൽഹംദുലില്ലാ നല്ല അടിപൊളി വരികളും കാര്യങ്ങളും ഇതൊക്കെ എഴുതി. എന്തായാലും നല്ലൊരു ഇതായി ഉസ്താദിൻ്റെ അടുത്ത് പോയത്. ഉസ്താദ് കുറേ കഥകൾ പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിലുപരി അണ്ണാ എന്താ ഒന്നും പറയാനില്ല, നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ മേലെ വരികളാണ് നമ്മൾ കിട്ടിയത്. അതെന്തായാലും പാട്ടിറങ്ങുമ്പോൾ നമുക്ക് കേൾക്കാം. തീർച്ചയായും എന്താ വരികൾ, മാഷാ അല്ലാഹ്. ഇത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി വരികൾ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോയതിനേക്കാൾ മേലെ. ഞാൻ അത്രയും സന്തോഷത്തോടെയാണ് നമ്മൾ ഇവിടെ ഇത് വൈൻഡപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് ഇനി വരുമ്പോൾ തീർച്ചയായും ഇൻഷാ അല്ലാഹ് നിങ്ങളെ പരിപൂർണ്ണ സപ്പോർട്ട് അജ്മലിനും കൂടെ എനിക്കും വേണം. സാം എൻ്റർടൈൻമെൻറ്റ്, ഞാൻ ഇതിലൂടെ പറയട്ടോ, സാം എൻ്റർടൈൻമെൻറ്റ്സ് എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പം അതിൽ നമ്മളെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഒരുപാട് വർക്കുകൾ ഇനി ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ നിങ്ങളെ എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ഇങ്ങോട്ട് ഷെയറാക്കി തരിക. അത്രേ പറയാനുള്ളൂ. പിന്നെ അതിലുപരി അപ്പോൾ ഞങ്ങൾ ഈ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ ബൈ.